നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് വസ്തുതകളുടെ ഡിസ്കഷനാണ്. ക്ലാസ്സിൽ വെച്ച് തന്നെ പഠിച്ചിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ഫാക്റ്റ്, അടുത്തിടെ അംബേദ്കർ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ബാബാ സാഹിബ് സ്റ്റേറ്റ് അവാർഡിന് അർഹനായത് ആര്? ചെറുവയൽ കെ രാമനാണ്. ഇദ്ദേഹത്തിന്റെ 2 പുരസ്കാരങ്ങൾ ഈ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആദ്യത്തേതാണിത്. അടുത്തിടെ അംബേദ്കർ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ബാബാ സാഹിബ് സ്റ്റേറ്റ് അവാർഡിന് അർഹനായത് ആരാണ്? ചെറുവയൽ കെ രാമൻ. അടുത്ത ക്വസ്റ്റ്യൻ, കഴിഞ്ഞൊരു എക്സാമിന് PSC ചോദിച്ചു, മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ പുരസ്കാരം ലഭിച്ച സംസ്ഥാനം ഏത്? കേരളത്തിനാണ് ലഭിച്ചത്. മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന് പുരസ്കാരം ലഭിച്ച സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കേരളം. 2023 വിക്രം സാരാഭായി വിജ്ഞാൻ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? S സോമനാഥ് ആണ്. S സോമനാഥിനാണ് 2023 വിക്രം സാരാഭായി വിജ്ഞാൻ പുരസ്കാരം ലഭിച്ചത്. കുറച്ചധികം പുരസ്കാരങ്ങൾ ഈ ക്ലാസ്സിൽ പറയുന്നുണ്ട്. PSC ഈ ഏരിയയിൽ നിന്ന് 2022 ചോദിച്ചിട്ടുണ്ട്. 2023 ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ദി ലോ ട്രസ്റ്റിന്റെ 2023 ജസ്റ്റിസ് VR കൃഷ്ണയ്യർ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? പ്രതീക്ഷിത ചോദ്യമാണ്. ഉമ്മൻചാണ്ടി. ദി ലോ ട്രസ്റ്റിന്റെ 2023 ജസ്റ്റിസ് VR കൃഷ്ണയ്യർ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടി. പ്രഥമ KR ഗൗരിയമ്മ പുരസ്കാരത്തിന് അർഹയായ ചെഗുവേരയുടെ മകളുടെ പേരെന്ത്? പ്രഥമ KR ഗൗരിയമ്മ പുരസ്കാരത്തിന് അർഹയായ ചെഗുവേരയുടെ മകളാണ് ഡേ അലൈഡ ഗുവേര. ഡേ അലൈഡ ഗുവേര ചെഗുവേരയുടെ മകളാണ്. പ്രഥമ KR ഗൗരിയമ്മ പുരസ്കാരത്തിന് അർഹയായി. 10ാമത് OV വിജയൻ സാഹിത്യ പുരസ്കാര ജേതാവ് ആര്? 10ാമത് OV വിജയൻ സാഹിത്യ പുരസ്കാര ജേതാവ് PF മാത്യൂസ് ആണ്. അദ്ദേഹത്തിന്റെ മുഴക്കം എന്ന കഥാസമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. മുഴക്കം എന്ന കഥാസമാഹാരത്തിന്. അടുത്ത ചോദ്യം ഇമ്പോർട്ടന്റ്. കുഞ്ചൻ നമ്പ്യാർ സ്മാരക സമിതിയുടെ 2023 മഹാകവി കുഞ്ചൻ നമ്പ്യാർ പുരസ്കാരത്തിന് അർഹനായത് ആര്? KG ശങ്കരപ്പിള്ള. KG ശങ്കരപ്പിള്ളയ്ക്കാണ് 2023 മഹാകവി കുഞ്ചൻ നമ്പ്യാർ പുരസ്കാരം ലഭിച്ചത്. കുഞ്ചൻ നമ്പ്യാർ സ്മാരക സമിതിയുടെ 2023 മഹാകവി കുഞ്ചൻ നമ്പ്യാർ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് എന്ന് ചോദിച്ചാൽ KG ശങ്കരപ്പിള്ളയാണ്. 35ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡിന് അർഹനായത് ആര്? 35ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡിന് അർഹനായത് ലോങ് ജമ്പ് താരമായ മുരളി ശ്രീശങ്കറാണ്. ലോങ് ജമ്പ് താരമായ മുരളി ശ്രീശങ്കറാണ് 35ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡിന് അർഹനായത്. ചെറുവയൽ കെ രാമന്റെ ആദ്യത്തെ ഒരു ഫാക്ട് പറഞ്ഞില്ലേ, ഇതാണ് 2ാമത്തെ ഫാക്ട്. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷന്റെ പ്രഥമ ഭക്ഷ്യഭദ്രതാ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സംസ്ഥാന ഭക്ഷ്യ കമ്മീഷന്റെ പ്രഥമ ഭക്ഷ്യഭദ്രതാ പുരസ്കാരം ലഭിച്ചത് ചെറുവയൽ കെ രാമനാണ്. ചെറുവയൽ കെ രാമൻ. ചെറുവയൽ കെ രാമൻ. അടുത്ത ചോദ്യം, ഇത് കഴിഞ്ഞ 2023 ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ചോദിച്ചത് 15ാമത് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റ് പുരസ്കാരമാണ്. റീസെന്റ് ആയിട്ടുള്ളത് 16ാമത് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റ് പുരസ്കാരം. ഓക്കെ, അപ്പോൾ 16ാമത് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റ് പുരസ്കാരത്തിന് അർഹനായത് ആര്? സന്തോഷ് കുമാർ. കൃതിയും ഇമ്പോർട്ടന്റ് ആണ്, കാരണം കഴിഞ്ഞ പ്രാവശ്യം കൃതിയും ചോദിച്ചിട്ടുണ്ട്. 2 പരീക്ഷയ്ക്ക് ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. സന്തോഷ് കുമാറിന്റെ നാരകങ്ങളുടെ ഉപമ എന്ന കൃതിക്കാണ് 16ാമത് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റ് പുരസ്കാരം ലഭിച്ചത്. കഴിഞ്ഞ വർഷം 2023 PSC ചോദിച്ച ചോദ്യം ഇതായിരുന്നു. 15ാമത് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റ് പുരസ്കാരത്തിന് M മുകുന്ദനെ അർഹനാക്കിയ കൃതി, അല്ലെങ്കിൽ M മുകുന്ദന്റെ ഏത് കൃതിക്കാണ് 15ാമത് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റ് പുരസ്കാരം ലഭിച്ചത്? നൃത്തം ചെയ്യുന്ന കുടകൾ എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പൊ 15ാമത് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റ് പുരസ്കാരത്തിന് അർഹനായത് M മുകുന്ദൻ. കൃതി നൃത്തം ചെയ്യുന്ന കുടകൾ. ഇനി 14ാമത് പുരസ്കാരം കൂടി ഒന്ന് ഓർത്തിരിക്കാം. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ 14ാമത് ബഷീർ പുരസ്കാരം 2022 ലഭിച്ചത് കെ സച്ചിദാനന്ദനാണ്. കെ സച്ചിദാനന്ദൻ. കവിതാ സമാഹാരം
ദുഃഖം എന്ന വീട് എന്ന കവിതാ സമാഹാരത്തിനാണ് കെ സച്ചിദാനന്ദന് പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ 2024 അല്ലെങ്കിൽ 16ാമത് എന്ന് ചോദിക്കാം. അപ്പോൾ ഈ സന്തോഷ് കുമാറാണ് കൃതി നാരകങ്ങളുടെ ഉപമ. 15ാമത് അല്ലെങ്കിൽ 2023 എന്ന് ചോദിച്ചാൽ എം മുകുന്ദൻ കൃതി നൃത്തം ചെയ്യുന്ന കുടകൾ. 2022 അല്ലെങ്കിൽ 14ാമത് എന്ന് ചോദിച്ചാൽ കെ സച്ചിദാനന്ദൻ ദുഃഖം എന്ന വീട്. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. ചോദ്യം: അടുത്തിടെ അംബേദ്കർ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ബാബാ സാഹിബ് സ്റ്റേറ്റ് അവാർഡിന് അർഹനായത് ചെറുവയൽ കെ രാമനാണ്. കേരളത്തിനാണ് മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ പുരസ്കാരം ലഭിച്ചത്. 2023 വിക്രം സാരാഭായ് വിജ്ഞാൻ പുരസ്കാരത്തിന് അർഹനായത് എസ് സോമനാഥാണ്. ദി ലോ ട്രസ്റ്റിന്റെ 2023 ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ പുരസ്കാരത്തിന് അർഹനായത് ഉമ്മൻചാണ്ടിയാണ്. പ്രഥമ കെ ആർ ഗൗരിയമ്മ പുരസ്കാരത്തിന് അർഹയായ ചെഗുവേരയുടെ മകളുടെ പേരാണ് ഡേ അലൈഡ ഗുവേര. 10ാമത് ഒ വി വിജയൻ സാഹിത്യ പുരസ്കാര ജേതാവ് പി എഫ് മാത്യൂസ് മുഴക്കം എന്ന കഥാസമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. കുഞ്ചൻ നമ്പ്യാർ സ്മാരക സമിതിയുടെ 2023 മഹാകവി കുഞ്ചൻ നമ്പ്യാർ പുരസ്കാരത്തിന് അർഹനായത് കെ ജി ശങ്കരപിള്ളയാണ്. 35ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡിന് അർഹനായത് മുരളി ശ്രീശങ്കർ ലോങ് ജമ്പ് താരമാണ്. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷന്റെ പ്രഥമ ഭക്ഷ്യഭദ്രതാ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ചെറുവയൽ കെ രാമനാണ്. 16ാമത് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റ് പുരസ്കാരത്തിന് അർഹനായത് ഇ സന്തോഷ് കുമാർ കൃതി നാരകങ്ങളുടെ ഉപമ. 15ാമത് പുരസ്കാരം എം മുകുന്ദൻ കൃതി നൃത്തം ചെയ്യുന്ന കുടകൾ. 14ാമത് പുരസ്കാരം കെ സച്ചിദാനന്ദൻ കവിതാ സമാഹാരം ദുഃഖം എന്ന വീട്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിന്റെ 17ാമത് മലയാറ്റൂർ അവാർഡിന് അർഹയായത് ആരാണ്? ഇമ്പോർട്ടന്റ് ചോദ്യം. സാറാ ജോസഫിന്റെ എസ്തേർ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. സാറാ ജോസഫിന്റെ എസ്തേർ എന്ന നോവലിന്. അപ്പോൾ മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിന്റെ 17ാമത് മലയാറ്റൂർ അവാർഡിന് അർഹയായത് സാറാ ജോസഫാണ്. നോവൽ ഏതാ? എസ്തേർ എന്ന നോവലാണ്. അടുത്ത ചോദ്യം. മികച്ച പ്രകടനം കാഴ്ചവെച്ചതിന് അടുത്തിടെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ബെസ്റ്റ് പെർഫോമർ പുരസ്കാരത്തിന് അർഹമായത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി. ഈ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ സ്ഥാപനത്തിന് നേതൃത്വം വഹിച്ച നവോത്ഥാന നായകൻ ആരാണ്? വാഗ്ഭടാനന്ദൻ. അത് പ്രീവിയസ് ആയിട്ട് PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. മികച്ച പ്രകടനം കാഴ്ചവെച്ചതിന് അടുത്തിടെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ബെസ്റ്റ് പെർഫോമർ പുരസ്കാരത്തിന് അർഹമായത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി. മനുഷ്യരുമായി ബോയിങ്ങിന്റെ സ്റ്റാർ ലൈനർ നടത്തുന്ന ആദ്യ ബഹിരാകാശ യാത്രയിൽ ഉൾപ്പെട്ട ഇന്ത്യൻ വംശജയാണ് സുനിത വില്യംസ്. മനുഷ്യരുമായി ബോയിങ്ങിന്റെ സ്റ്റാർ ലൈനർ നടത്തുന്ന ആദ്യ ബഹിരാകാശ യാത്രയിൽ ഉൾപ്പെട്ട ഇന്ത്യൻ വംശജ ആരാ? സുനിത വില്യംസ് ആണ്. ഇന്ത്യ നടത്തിപ്പ് ചുമതല ഏറ്റെടുക്കുന്ന ആദ്യ വിദേശ തുറമുഖമാണ് ചബഹാർ തുറമുഖം. ഏത് രാജ്യത്താണ്? ഇറാൻ. ഓക്കെ, അപ്പൊ ഇന്ത്യ നടത്തിപ്പ് ചുമതല ഏറ്റെടുക്കുന്ന ആദ്യ വിദേശ തുറമുഖമാണ് ചബഹാർ തുറമുഖം, ഇറാനിലെ ചബഹാർ തുറമുഖം. ഫോബ്സ് പുറത്തിറക്കിയ 2024 ലോകത്തിലെ മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഇന്ത്യയിലെ 18ാമത്തെ ബാങ്കായി തിരഞ്ഞെടുക്കപ്പെട്ടത് കേരള ഗ്രാമീൺ ബാങ്ക് ആണ്. KGB ആണ്. ഫോബ്സ് പുറത്തിറക്കിയ 2024 ലോകത്തിലെ മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഇന്ത്യയിലെ 18ാമത്തെ ബാങ്കായി തിരഞ്ഞെടുക്കപ്പെട്ടത് കേരള ഗ്രാമീൺ ബാങ്ക്. അടുത്ത ചോദ്യം. 1 മുതൽ 12 വരെ ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ ഡിജിറ്റൽ രൂപത്തിൽ ലഭ്യമാക്കുന്ന കൈറ്റ് ആവിഷ്കരിച്ച സമഗ്രയുടെ പുതിയ പോർട്ടൽ. സമഗ്ര വെബ്സൈറ്റിൽ നിന്നാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പോൾ സമഗ്രയുടെ പുതിയ പോർട്ടലാണ് സമഗ്ര പ്ലസ്. ഓക്കെ, അപ്പോൾ 1 മുതൽ 12 വരെ ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ ഡിജിറ്റൽ രൂപത്തിൽ ലഭ്യമാക്കുന്ന കൈറ്റ് ആവിഷ്കരിച്ച സമഗ്രയുടെ പുതിയ പോർട്ടലാണ് സമഗ്ര പ്ലസ്. കൈറ്റിന്റെ ഫുൾ ഫോം എന്താ? കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്നതാണ് കൈറ്റ്, KITE, കൈറ്റിന്റെ ഫുൾ ഫോം. അടുത്ത ചോദ്യം. ഹൃദയാഘാതത്തിനും മസ്തിഷ്ക ആഘാതത്തിനും കാരണമാകുമെന്ന് പഠനങ്ങൾ കണ്ടെത്തിയ പഞ്ചസാരയ്ക്ക് പകരം വ്യാപകമായി ഉപയോഗിക്കുന്ന മധുരമാണ് സൈലിറ്റോൾ എന്ന മധുരമാണ് പഞ്ചസാരയ്ക്ക് പകരം വ്യാപകമായി ഉപയോഗിക്കുന്നത്.
ഹൃദയാഘാതത്തിനും മസ്തിഷ്ക ആഘാതത്തിനും കാരണമാകുമെന്ന് പുതിയ പഠനങ്ങൾ കണ്ടെത്തി. അടുത്ത ചോദ്യം ഇമ്പോർട്ടന്റ്. ആരെക്കുറിച്ചുള്ള ഓർമ്മ പുസ്തകമാണ് മായാത്ത ഓർമ്മകൾ? PK വാര്യർ. PK വാര്യരെ കുറിച്ചുള്ള ഓർമ്മ പുസ്തകമാണ് ഏത്? മായാത്ത ഓർമ്മകൾ. PK വാര്യരുടെ ആത്മകഥയുടെ പേരും കൂടി ഓർത്തിരിക്കുക, സ്മൃതി പർവം. ചോദിക്കാൻ ചാൻസ് ഉണ്ട്. PK വാര്യരുടെ ആത്മകഥയുടെ പേരെന്താണ്? സ്മൃതി പർവം. ഇദ്ദേഹത്തെ കുറിച്ചുള്ള ഓർമ്മ പുസ്തകത്തിന്റെ പേരെന്താണ്? മായാത്ത ഓർമ്മകൾ. മായാത്ത ഓർമ്മകൾ. അടുത്ത ചോദ്യം. 2023-24 സുസ്ഥിര വികസന സൂചികയിൽ 1-ാം സ്ഥാനം നേടിയ സംസ്ഥാനം ഏത്? കേരളം. കേരളത്തിനാണ് സുസ്ഥിര വികസന സൂചികയിൽ 1-ാം സ്ഥാനം ലഭിച്ചത്. 2023-24 കണക്ക് പ്രകാരമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ 1-ാം സ്ഥാനം നേടിയ സംസ്ഥാനം ഏത്? കേരളം. അടുത്ത ചോദ്യം. മുഴുവൻ ഭിന്നശേഷിക്കാർക്കും സവിശേഷ തിരിച്ചറിയൽ കാർഡ് നൽകുന്ന രാജ്യത്തെ ആദ്യത്തെ നഗരസഭ ഏതാണ്? മഞ്ചേരിയാണ്. മലപ്പുറം. മഞ്ചേരി നഗരസഭ, മലപ്പുറം. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ചോദ്യം. ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികളൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ മുഴുവൻ ഭിന്നശേഷിക്കാർക്കും സവിശേഷ തിരിച്ചറിയൽ കാർഡ് നൽകുന്ന രാജ്യത്തെ ആദ്യ നഗരസഭ മഞ്ചേരി നഗരസഭ, മലപ്പുറം. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ റിവൈസ് ചെയ്തിട്ട് വരാം. ചോദ്യം. മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിന്റെ 17ാമത് മലയാറ്റൂർ അവാർഡിന് അർഹയായത് സാറ ജോസഫ്. നോവൽ ഏതാ? എസ്തേർ എന്ന നോവൽ. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് മികച്ച പ്രകടനം കാഴ്ചവെച്ചതിന് അടുത്തിടെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ബെസ്റ്റ് പെർഫോമർ പുരസ്കാരം ലഭിച്ചു. മനുഷ്യരുമായി ബോയിങ്ങിന്റെ സ്റ്റാർ ലൈനർ നടത്തുന്ന ആദ്യ ബഹിരാകാശ യാത്രയിൽ ഉൾപ്പെട്ട ഇന്ത്യൻ വംശജയാണ് സുനിത വില്യംസ്. ഇന്ത്യ നടത്തിപ്പ് ചുമതല ഏറ്റെടുക്കുന്ന ആദ്യ വിദേശ തുറമുഖം ആണ് ഇറാനിലെ ചബഹാർ തുറമുഖം. ഫോബ്സ് പുറത്തിറക്കിയ 2024 ലോകത്തിലെ മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഇന്ത്യയിലെ 18ാമത്തെ ബാങ്കായി തിരഞ്ഞെടുക്കപ്പെട്ടത് കേരള ഗ്രാമീൺ ബാങ്കാണ്. സമഗ്ര പ്ലസ് എന്നത് സമഗ്രയുടെ പുതിയ പോർട്ടലാണ്. 1 മുതൽ 12 വരെ ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ ഡിജിറ്റൽ രൂപത്തിൽ ലഭ്യമാക്കുന്ന കൈറ്റ് ആവിഷ്കരിച്ച സമഗ്രയുടെ പുതിയ പോർട്ടൽ സമഗ്ര പ്ലസ്. സൈലിസോൾ എന്ന മധുരത്തിനെ പറ്റി ഓർത്തിരിക്കുക. മായാത്ത ഓർമ്മകൾ PK വാര്യരെ കുറിച്ചുള്ള ഓർമ്മ പുസ്തകമാണ്. PK വാര്യരുടെ ആത്മകഥയാണ് സ്മൃതി പർവം. 2023-24 സുസ്ഥിര വികസന സൂചികയിൽ 1-ാം സ്ഥാനം നേടിയ സംസ്ഥാനമാണ് കേരളം. മുഴുവൻ ഭിന്നശേഷിക്കാർക്കും സവിശേഷ തിരിച്ചറിയൽ കാർഡ് നൽകുന്ന രാജ്യത്തെ ആദ്യത്തെ നഗരസഭ മഞ്ചേരി, മലപ്പുറം. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിച്ചിട്ട് പോയി എന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ഈ 2024 കറണ്ട് അഫയേഴ്സ് എല്ലാം കറണ്ട് അഫയേഴ്സ് 2024 എന്ന പ്ലേലിസ്റ്റിനകത്ത് എടുക്കുന്ന ക്ലാസ്സുകളെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോ ക്ലാസ് ആയിട്ട് മിസ്സായവരുണ്ടെങ്കിൽ ഓരോ ക്ലാസ് ആയിട്ട് കണ്ടു തീർക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.